ഷോൺ ജോർജിനും PC ജോർജിനുമെതിരെ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സഭകൾക്കെതിരായ പരാമർശങ്ങൾ ശരിയല്ല എന്നും പാർട്ടി നിലപാട് അതല്ല എന്നും സുമിത് ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം ദീപികയ്ക്കെതിരായ വിമർശനം ആവർത്തിക്കുകയാണ് ഷോൺ ജോർജ്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ ആവർത്തിച്ച് അധിക്ഷേപിച്ച് PC ജോർജും രംഗത്തെത്തി. പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി സഭ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭ, BJPയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഘട്ടഘട്ടമായി മാത്രമേ ഈ മാറ്റം ഉണ്ടാകുകയുള്ളൂ. നമുക്ക് ഒറ്റയടിക്ക് എല്ലാവരും ഇതിലേക്ക് ചേർന്ന് നിൽക്കണമെന്ന് പറയുന്നതും ശരിയല്ല, അതങ്ങനെ ഉണ്ടാകുകയുമില്ല. വിമർശനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് വ്യക്തിപരമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് പാർട്ടിയുടെ നിലപാടല്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായ നിലപാടാണ്, അല്ലാതെ ആർക്കെതിരെയായാലും ഒഴിവാക്കേണ്ടതാണെന്ന് തന്നെയാണ് അഭിപ്രായം. അത് വ്യക്തിപരമായിട്ട് നമ്മൾ ആരെയാണെങ്കിലും, അത് പിതാക്കന്മാരായിക്കൊള്ളട്ടെ, ഇനി അതിൽ താഴെയുള്ള ആളുകളായിട്ട് ആരെക്കുറിച്ചാണെങ്കിലും വ്യക്തിപരമായിട്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആവശ്യത്തിൽ അഖിൽ കെയും ആദിൽ പാലോടും നൽകും വിശദാംശങ്ങൾ. ആദ്യം അഖിലിലേക്ക് പോവുകയാണ്. അഖിൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് PC ജോർജും ഷോൺ ജോർജും ഈ അധിക്ഷേപ പരാമർശങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് സുമിത് ജോർജ് ഇപ്പോൾ ഈ റിപ്പോർട്ടിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങൾ? ഷിയാസ, ശ്രുതി, ഗുഡ് മോർണിംഗ്. വളരെ കൃത്യമായി തന്നെ ഈ PC ജോർജിന്റെയും ഒപ്പം തന്നെ ഷോൺ ജോർജിന്റെയും പരാമർശങ്ങൾ അത് വ്യക്തിപരമാണ് എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ തേജോവധങ്ങൾ അത് ശരിയല്ല എന്ന നിലപാടാണ് ന്യൂനപക്ഷ മോർച്ചയ്ക്കുള്ളത്. ആ നിലപാടാണ് താനിവിടെ പറയുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ സഭകൾക്കെതിരായ പരാമർശങ്ങൾ അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് സുരേഷ് വ്യക്തമാക്കിയിരിക്കുന്നു. ആ നിലപാടിനൊപ്പം തന്നെ ഞങ്ങളും നിന്നു പോകുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൃത്യമായി അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഭകൾക്കുള്ളിലെ പല ആളുകൾക്കും ഇതിൽ എതിരഭിപ്രായമുണ്ട്. അത്തരത്തിലെ കുറെ ആളുകൾ തന്നോട് ഈ എതിരഭിപ്രായം അറിയിച്ചു. അത് താൻ കൃത്യമായി തന്നെ സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ സുമിത് ജോർജ് വ്യക്തമാക്കുന്നത്. അതായത് BJPക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ BJPയുടെ BJPക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പൊട്ടിപ്പുറപ്പെടുകൾ ഉണ്ടാകുന്നു. PC ജോർജിനും ഷോൺ ജോർജിനെതിരായ ശബ്ദങ്ങൾ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് സഭകൾക്കെതിരായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും. സഭകൾ ഒരു തരത്തിൽ ഒരുമിച്ച് പോകുമ്പോൾ ഇതിനിടയിൽ ഇത്തരത്തിലുണ്ടാകുന്ന പരാമർശങ്ങൾ, വളരെ വ്യക്തിപരമായിട്ടുള്ള തേജോവധങ്ങൾ, വളരെ മോശം പരാമർശങ്ങൾ, ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഈ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ തന്നെ നടത്തുന്നത്. അത്തരത്തിലുള്ള ഈ BJPക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ അത് തന്നെയാണ് ഇപ്പോൾ ഈ സുമിത് ജോർജിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ കൃത്യമായി ഈ പറഞ്ഞ നിലപാടുകൾ ശരിയല്ല, ഇത് ഒഴിവാക്കേണ്ടതാണ്, ആർക്കെതിരെയും ആയാലും ഒഴിവാക്കേണ്ടതാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ്. അതായത് PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും സഭകൾക്കെതിരായിട്ടുള്ള നിലപാടുകളെ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളെ ന്യൂനപക്ഷ മോർച്ച പൂർണ്ണമായും തള്ളുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കൃത്യമായൊരു നിലപാട് അവിടെ സുമിത് ജോർജ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, ഷിയാസ്. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്. ആദിൽ പാലോട് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അതിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ട് പിറ്റേ ദിവസം തന്നെയാണ് ഷോൺ ജോർജും PC ജോർജും കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത്. അതൊരു വിമർശനം എന്നുള്ളതിനപ്പുറത്തേക്ക് കടുത്ത ഒരു അധിക്ഷേപത്തിന്റെ ഭാഷയിലേക്കാണ് PC ജോർജ് സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു വിഷയം സഭ എങ്ങനെയാണ് കാണുന്നത്? കാരണം ദീപിക ദിനപത്രത്തെ അല്ലെങ്കിൽ സഭയെ, ബിഷപ്പുമാരെയൊക്കെ കടുത്ത ഭാഷയിൽ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ ഈ ക്രിസ്ത്യൻ ആ ഒരു വിശ്വാസികളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമങ്ങൾ BJP ഇങ്ങനെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി സഭാ നിലപാട് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണ്? കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയിലാണ് ആദ്യം ലേഖനങ്ങളും മറ്റും വരുന്നത്. പിന്നാലെയാണ് അതിന് വിമർശനം അതിരൂക്ഷമായ ഭാഷയിൽ ഷോൺ ജോർജിൻ്റെയും അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ PC ജോർജിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ ഇന്നലെ ഇറങ്ങിയ ദീപിക പത്രത്തിലും കൃത്യമായ വിമർശനമുണ്ടായിരുന്നു. ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും തങ്ങൾക്ക് ഭയമില്ല എന്നുള്ളതായിരുന്നു ഇന്നലെയുള്ള വിമർശനം. അതിന് പിന്നാലെ വീണ്ടും വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും അതിനെല്ലാം കടുത്ത അമർഷത്തോടെയും അതൃപ്തിയോടെയുമാണ് കത്തോലിക്ക സഭ കാണുന്നത് എന്ന് വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി മെത്രാന്റെ പേരെടുത്തു പറഞ്ഞുള്ള വിമർശനം നേരത്തെ ഈ BJP നേതാക്കൾ ഉന്നയിച്ചിരുന്നതാണ്. അങ്ങനെയൊന്നും പറയേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വോട്ട് നൽകിയില്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന രീതി ശരിയല്ല എന്ന വികാരമാണ് സഭയ്ക്കുള്ളിൽ ഉള്ളത്. ഏതായാലും ഇത് ഇനി എങ്ങനെയാകും അടുത്ത ഘട്ടത്തിലേക്ക് ഇത് പ്രകടിപ്പിക്കുക, പരസ്യമാക്കുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. പലരും പ്രതികരണം തേടുന്നുണ്ടെങ്കിലും അത് പരസ്യമായി പറയാൻ സഭകളും തയ്യാറല്ല. ഓക്കെ, വ്യക്തമാണ്. ആദിൽ പാലോടും അഖിൽ കെയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.